ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധഭീഷണി അവസാനിച്ചിട്ടില്ല. സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർക്ക് വധശിക്ഷ നൽകില്ല എന്ന് ഇറാൻ ഉറപ്പു നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇതിനെ അനുകൂലിക്കുന്ന രീതിയിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. ആഭ്യന്തര കലാപങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാന്റെ ആരോപണം. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സാമ്പത്തിക ഉപരോധം പിൻവലിക്കണം, ആണവോർജ പദ്ധതികൾ തുടരാൻ അനുവദിക്കണം തുടങ്ങിയവയാണ് ഇറാന്റെ ആവശ്യങ്ങൾ. ഒരു യുദ്ധമുണ്ടായാൽ അത് ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്നും അത് ഗൾഫ് മേഖലാ യുദ്ധമായി വളരും എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകി. അനവധി കപ്പലുകളെ ഈ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും യുദ്ധത്തെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല എന്ന രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത്. തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് അമേരിക്കയുമായി ചർച്ചകൾ നടത്താമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പായി എല്ലാ വർഷവും സാമ്പത്തിക സർവേ അവതരിപ്പിക്കാറുണ്ട്. ബഡ്ജറ്റ് നേരിടുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക വെല്ലുവിളികൾ വിശദീകരിക്കാനാണ് പാർലമെന്റിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഈ വർഷവും നമ്മുടെ ധനകാര്യമന്ത്രി പാർലമെന്റിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഈ അവസരത്തിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ധനമന്ത്രി നടത്തിയ പരാമർശം വിവാദമായി. ഈ നിയമം നൽകുന്ന സുതാര്യത വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് മന്ത്രിയുടെ വാദം. ഇലക്ഷൻ ബോണ്ട് എന്ന പേരിൽ ഊരും പേരും വെളിപ്പെടുത്താതെ ബാങ്കുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ അനുവദിക്കുന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് വിവരാവകാശ നിയമം ചൂണ്ടിക്കാട്ടിയാണ്. അഴിമതി നിരോധിക്കാൻ സ്വതന്ത്ര ഭാരതം നിർമ്മിച്ച ഏറ്റവും ശക്തമായ ഒരു നിയമമാണ് വിവരാവകാശ നിയമം. ഇതിൽ വെള്ളം ചേർക്കുന്നത് അഴിമതിക്ക് അനുകൂലമായ നിലപാടാണ്. റാഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. ഇതുവഴിയാണ് ഈജിപ്തിൽ നിന്നും ഗാസ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഗാസയിൽ യുദ്ധം രൂക്ഷമായതിനെ തുടർന്നാണ് പാലസ്തീനികൾ ഇവിടെ അഭയം തേടിയത്. ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതിനെ തുടർന്ന് യുദ്ധം അവസാനിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. റാഫയിൽ അഭയം തേടിയവർക്ക് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾക്കും ഗാസ നഗരത്തിൽ പ്രവേശിക്കാൻ ഇസ്രായേലി സൈന്യം അനുമതി നൽകുന്നില്ല. ഇപ്പോൾ അതിർത്തി തുറക്കാൻ തീരുമാനിച്ചു എങ്കിലും വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ദിവസവും പ്രവേശനം അനുവദിക്കുന്നത്. നിരവധി പരിശോധനകൾക്ക് ശേഷമാണ് ഇസ്രായേലി സൈന്യം പ്രവേശനത്തിന് അനുമതി നൽകുന്നത്. പ്രവേശനത്തിന് അപേക്ഷിക്കുന്നവരെ ഹമാസിന്റെ ചാരന്മാരായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. വെടിനിർത്തൽ നടപ്പിലായെങ്കിലും ഗാസ നിവാസികൾക്ക് ഇതിൻ്റെ ഫലം പൂർണ്ണമായും ലഭിച്ചു തുടങ്ങിയിട്ടില്ല. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി ചുങ്കം കുറവ് ചെയ്യാൻ തീരുമാനിച്ചതായി
വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചതോടെ ഇന്ത്യ അമേരിക്ക വ്യാപാര പ്രതിസന്ധി നീങ്ങിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം 25% വർധനവും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ മറ്റൊരു 25% ചേർത്ത് 50% വർധനവാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇത് 18% കുറയ്ക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ നികുതി പൂർണ്ണമായും ഒഴിവാക്കും. റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ച് വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാമെന്നും ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്. ഈ കരാറിൻ്റെ ഗുണദോഷങ്ങൾ കാലം തെളിയിക്കും. എന്നാൽ നമ്മുടെ രാജ്യം അമേരിക്കയുടെ പക്ഷത്തേക്ക് ചായുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ വ്യാപാര കരാറിനെ പലരും കാണുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രമാണ് ക്യൂബ. സോവിയറ്റ് യൂണിയനുമായുള്ള സൗഹൃദമാണ് ക്യൂബയെ അമേരിക്കയുടെ കണ്ണിലെ കരടാക്കിയത്. കമ്മ്യൂണിസത്തോടുള്ള വിരോധം മൂലം അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിക്കാൻ ക്യൂബയെ സഹായിച്ചത് സോവിയറ്റ് യൂണിയനാണ്. ഈ രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്നുണ്ടായ പതനത്തിൽ നിന്നും കരകയറാൻ ക്യൂബയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളായ വെനസ്വേലയും മെക്സിക്കോയും എണ്ണ നൽകുന്നത് കൊണ്ടാണ് ക്യൂബയുടെ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത്. ഇപ്പോൾ അമേരിക്ക നിയന്ത്രിക്കുന്ന വെനസ്വേല ക്യൂബയ്ക്ക് എണ്ണ നിഷേധിച്ചിരിക്കുകയാണ്. മെക്സിക്കോയോടും ക്യൂബയുമായുള്ള എണ്ണ വ്യാപാരം നിയന്ത്രിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടു. മനുഷ്യത്വപരമായ കാരണങ്ങൾ പരിഗണിച്ച് ക്യൂബയുമായുള്ള എണ്ണ വ്യാപാരം തുടരാൻ മെക്സിക്കോ അമേരിക്കയുടെ അനുമതി തേടി. താരിഫ് വർധനവെ ഭയപ്പെടുന്നതിനാൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കെതിരായി നീങ്ങാൻ മെക്സിക്കോ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ശ്രീലങ്കയും ഇന്ത്യയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന T20 വേൾഡ് കപ്പിൽ പങ്കെടുക്കണ്ട എന്ന് ബംഗ്ലാദേശ് തീരുമാനിച്ചു. തങ്ങളുടെ താരങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും ഈ ടൂർണമെന്റ് ഇന്ത്യയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം എന്നും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് ആരോപിക്കുന്നത് പോലെ ഒരു ഭീഷണിയും ഇല്ലെന്നായിരുന്നു ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൺട്രോളിൻ്റെ വിലയിരുത്തൽ. തന്മൂലം വേദി മാറ്റാനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടു. ഇതേ തുടർന്നാണ് ടൂർണമെന്റ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ബംഗ്ലാദേശ് പ്രഖ്യാപിച്ചത്. ബംഗ്ലാദേശിനെ മാറ്റുകയും സ്കോട്ട്ലാൻഡിനെ ചേർത്ത് പങ്കെടുക്കുന്ന ടീമുകളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നാണ് പാകിസ്ഥാനിൻ്റെ പ്രഖ്യാപനം. ബഹിഷ്കരണ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് കൺട്രോൾ വലിയ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു രാജ്യവും പാകിസ്ഥാനോടൊപ്പം ചേരാൻ തയ്യാറായിട്ടില്ല. കാവി വസ്ത്രം ധരിച്ച് ഹിന്ദുവാണെന്ന് പ്രസംഗിച്ച് നടന്നാൽ മാത്രം പോരാ, ഹിന്ദുധർമ്മ സംരക്ഷണവും പശു സംരക്ഷണവും ഏറ്റെടുക്കണം എന്നാണ് ഒരു സന്യാസ ശ്രേഷ്ഠൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെട്ടത്. യഥാർത്ഥ ഹിന്ദുവാണെന്ന് തെളിയിക്കാനായി ഗോമാംസം കയറ്റുമതി നിരോധിക്കണമെന്നും ഈ സന്യാസ ശ്രേഷ്ഠൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 40 ദിവസത്തിനകം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വ്യാജ ഹിന്ദുവായി പ്രഖ്യാപിക്കും എന്നാണ് ഭീഷണി. ഏറ്റവും കൂടുതൽ ഗോമാംസം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നിരവധി രാജ്യങ്ങളിലേക്ക് പോത്തിറച്ചിയുടെ ലേബലിലുള്ള ഗോമാംസ കയറ്റുമതി
ഉത്തർപ്രദേശിൽ വലിയ ഒരു വ്യവസായമാണ്. ഗോവധം നിരോധിച്ചാൽ പല വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വരും. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ രഹിതരാകും. താൻ വ്യാജ ഹിന്ദുവല്ല എന്ന് തെളിയിക്കാൻ ഗോമാംസ കയറ്റുമതി നിരോധിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തയ്യാറാകുമോ എന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ്. ആണവായുധങ്ങളുടെ എണ്ണവും വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും റഷ്യയും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് സ്റ്റാർട്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയും ചൈനീസ് പ്രസിഡന്റ് ഹു ജിന്താവോയും ചേർന്ന് 2011 ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളുടെയും പക്കലുള്ള ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറാനും ആണവ നിലയങ്ങൾ പരിശോധിക്കാനും വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ഈ ഉടമ്പടി. 2021 ഇതിൻ്റെ കാലാവധി അവസാനിച്ചുവെങ്കിലും 2026 വരെ ഇത് തുടരാൻ ഇരു കൂട്ടരും സമ്മതിച്ചിരുന്നു. കോവിഡ് കാലം മുതൽ ആണവ നിലയങ്ങൾ സന്ദർശനവും പരിശോധനയും നടക്കുന്നില്ല. കരാറിൻ്റെ കാലാവധി വ്യാഴാഴ്ച അവസാനിച്ചു. ഇത് പുതുക്കുന്നതിന് രണ്ട് രാജ്യങ്ങളും താൽപ്പര്യം കാണിച്ചില്ല. രണ്ടു രാജ്യങ്ങളുടെയും ആണവായുധങ്ങൾ ഒരുമിച്ചെടുത്താൽ അത് ലോകത്തുള്ള ആണവായുധ ശേഖരത്തിൻ്റെ 95% കൂടുതലാണ്. 2013 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി 1 ലോക ഹിജാബ് ദിനമായി ആചരിക്കുന്നു. ഏകദേശം 140 രാജ്യങ്ങൾ ഈ ദിവസം നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. സ്ത്രീകളുടെ അന്തസ്സിൻ്റെയും ഭക്തിയുടെയും അടയാളം എന്നാണ് സംഘാടകർ ഹിജാബിനെ വിശേഷിപ്പിക്കുന്നത്. മുഖം കാണത്തക്ക രീതിയിൽ തലയും കഴുത്തും മറയ്ക്കാനായി മുസ്ലിം സ്ത്രീകൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന മൂടുപടമാണ് ഹിജാബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിജാബിനെ പ്രകീർത്തിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ സോഹ്റാൻ മംതാനി ഇറക്കിയ പ്രസ്താവന വിവാദമായി. പരമ്പരാഗത കാഴ്ചപ്പാടിന് വിരുദ്ധമായി ഈ പ്രസ്താവനയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇറാനിൽ കലാപം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മേയറുടെ പ്രസ്താവനയെ ഇറാനുള്ള പിന്തുണയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഹിജാബ് നിർബന്ധമാക്കിയതും ശരിയായ രീതിയിലല്ല ഇത് ധരിച്ചിരിക്കുന്നത് എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത പെൺകുട്ടി കൊല്ലപ്പെട്ടതും ഇറാനിൽ വലിയ വിവാദമായിരുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ട്രംപ് പ്രസിദ്ധപ്പെടുത്തിയിട്ട് ദിവസങ്ങൾ പലതു കഴിഞ്ഞു. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഭാരത സർക്കാരിന് കഴിയുന്നില്ല. വിദേശ രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന കരാറുകൾ പാർലമെൻറ്റിൻ്റെ അംഗീകാരം നേടണം. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 18% അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് 0% നികുതിയും എന്ന നിലയിലായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇന്ത്യയുടെ കാർഷിക മേഖല അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കാൻ ഇന്ത്യ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് താരിഫ് ചർച്ചകൾ നീണ്ടുപോയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. കാർഷിക മേഖല തുറന്നു കിട്ടിയതായിട്ടാണ് അമേരിക്കയുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്തും യുദ്ധം അവസാനിച്ചു എന്ന പ്രഖ്യാപനം ആദ്യം നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇപ്പോഴും പ്രഖ്യാപനം അമേരിക്ക നടത്തുന്നു. ഇന്ത്യയെപ്പോലെയുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് ചേരുന്നതല്ല ഇത്തരം നടപടികൾ. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.